ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിഗരറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഒരു മിനിയേച്ചറായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വെവ്വേറെ കളേഴ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. ഇത് ഫ്രണ്ട് പാർട്ടാണ്, ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് 2 പീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബാക്ക് പാർട്ടും 2 പീസ് ഉണ്ടാവും. ആദ്യം നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നല്ല വശം വെച്ചിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എപ്പോഴും ശ്രദ്ധിച്ച് കാണാം വീഡിയോ. സാവകാശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതിനുശേഷം ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് സൈഡിലൂടെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതിനുശേഷം ബാക്ക് പാർട്ടും വലുതായിരിക്കും, ഫ്രണ്ട് പാർട്ട് ചെറുതായിരിക്കും. അത് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഒരുപോലെ വെച്ച് ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോ ശ്രദ്ധിച്ച് കാണാം. അതായത് വേസ്റ്റ് ഭാഗത്തുനിന്ന് ബോട്ടം സൈഡിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഭാഗത്തുനിന്ന് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഒരുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ബോട്ടം സൈഡിൻ്റെ അവിടേക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നുമില്ലെങ്കിൽ താഴെ നിന്ന് മേലോട്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മേലെ നിന്ന് വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ബോട്ടം സൈഡിൻ്റെ അവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാവകാശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാൻ വീഡിയോ ഇത്തിരി സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സാവകാശം കാണിച്ചാൽ ഒരുപാട് ലാഗ് വരും, അതുകൊണ്ടാണ്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അടുത്ത ഭാഗം ബോട്ടം സൈഡിൽ നിന്നാണ് ഞാൻ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടേക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണാം. ഇതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഒരുപോലെ വന്നില്ല എന്ന് വിചാരിച്ച് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്. താഴെ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഒരുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കുറച്ച് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം അടുത്ത ഭാഗം ഒരുപോലെ വെക്കുക. അതിന് ശേഷം പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഞാൻ ഇതിലെ എല്ലാ ഭാഗവും ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനുശേഷം ബോട്ടം സൈഡ് നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ടായില്ലേ, അപ്പോൾ അത് 1 ഇഞ്ച് ആദ്യം മടക്കുക. അതിന് ശേഷം 1 ഇഞ്ച് ഒന്നും കൂടി മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സാവകാശം വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതിന് ശേഷം അടുത്ത ബോട്ടം സൈഡ് എടുത്തിട്ട് ഇതുപോലെ 1 ഇഞ്ച് മടക്കുക. അതിന് ശേഷം അടുത്ത 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കണ്ട ഫ്രണ്ട് പാർട്ട് ചെറുതായിരിക്കും, ബാക്ക് പാർട്ട് വലുതായിരിക്കും. അതിനുശേഷം ഇതുപോലെ നമ്മൾ സെയിം
ഒരുപോലെ വെക്കണം കേട്ടോ. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സെയിം തന്നെ വെക്കണം. സെയിം തന്നെ വെച്ചിട്ട് നമ്മളുടെ ബോട്ടം റൗണ്ട് എത്രയാണോ അതിൻ്റെ പകുതി വേണം നമ്മളിവിടെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക, മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഈ ഭാഗം ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഭാഗത്ത് ഒരു തയ്യൽ തുമ്പ് ഇപ്പുറത്തേക്കും മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഇതുപോലെ കേട്ടോ കിട്ടുക. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഭാഗത്ത് മേലെ നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇലാസ്റ്റിക് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ചുറ്റും. അതിന് ശേഷം ആ 2 ഇഞ്ച് ഫുള്ളായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന വിധം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 1/2 ഇഞ്ച് മടക്കുക. അതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ മാർക്ക് ചെയ്ത ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ 1/2 ഇഞ്ച് ആദ്യം മടക്കി കൊടുത്ത് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്താ മാർക്ക് ചെയ്ത് ഫുള്ള് പോകണം കേട്ടോ, ഉള്ളിലേക്ക് പോകണം. പിന്നെ ആ ബാക്ക് പാർട്ട് ഇത്തിരി നമ്മൾ കയറ്റിയാണല്ലോ നമ്മൾ വേറെ 2 ഇഞ്ച് എക്സ്ട്രാ ഒക്കെ വരച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ആ ഭാഗം ഒരു ഇത്തിരി സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവിടെ 2 ഞെറി വരും കേട്ടോ. 2 ഞെറി ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അത് വീഡിയോയിൽ ലാസ്റ്റ് കാണാം നമുക്കത്. ഇപ്പോൾ ഒരു ഞെറി ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി പോയിക്കോളും. അപ്പോൾ ആ ഞെറി നമ്മൾ ലാസ്റ്റിക്ക് ഇടുമ്പോൾ ആ ഞെറിയൊന്നും കാണുന്നില്ല. അവിടെ കൂടുതൽ ഇട്ടെന്ന് വെച്ചിട്ട് കൂടുതൽ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യരുത്. 2 ഇഞ്ച് മാത്രം തന്നെയാണ് അവിടെയും സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്ത് പോകരുത് കേട്ടോ. കാരണം എലാസ്റ്റിക് ഇടാനുള്ള ഭാഗം നമ്മൾ വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ചെറിയൊരു ഹോള് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അവിടെ വെച്ച് നിർത്തിയിട്ട് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. അതിന് ശേഷം കണ്ട അവിടെ 2 ഞെറി വന്നിട്ടുണ്ട് ബാക്ക് പാർട്ടിൽ. അതിന് ശേഷം ഈ ഹോളിക്കോടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മൾ വള്ളി ഇടുന്ന ആ ഭാഗമില്ലേ, ആ ഭാഗത്തിൻ്റെ ചുറ്റളവ് എടുക്കുക. ചുറ്റളവ് എടുത്തിട്ട് അതിൽ നിന്ന് 4 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ നമ്മൾ കളയുക. മൈനസ് ചെയ്തിട്ട് അത് വേണം നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഞാൻ ഈ ഇലാസ്റ്റിക് അല്ല എടുക്കാറ് കേട്ടോ. ഞാൻ ഇതിലും വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കാറ്. ഇതിപ്പോൾ മിനിയേച്ചർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇലാസ്റ്റിക്കിൽ കാണിച്ചു തരുന്നത്. നമ്മളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് 4 ഇഞ്ച് കുറയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക. അതിനുശേഷം 2 ഇലാസ്റ്റിക്കും ഒരുപോലെ ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിട്ടു പോവില്ലേ.
അങ്ങോട്ടും ഇങ്ങോട്ടും 3-4 സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ഇരുന്നോളൂ. അതിനുശേഷം നമ്മൾ ഒരു ഹോളില്ലേ ഇലാസ്റ്റിക് ഇട്ട ഭാഗം അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇലാസ്റ്റിക്കുമ്മൽ കൂടി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. പക്ഷെ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആ സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം, ഞാനിതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളുടെ സിഗരറ്റ് പാൻറ് ഉണ്ടാവുക. അപ്പോൾ ബാക്ക് പാർട്ട് പൊന്തി നിൽക്കും, ഫ്രണ്ട് പാർട്ട് ഇത്തിരി താഴ്ന്നാണ് നിൽക്കുക. ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ സിഗരറ്റ് പാൻറ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.